ഹലോ, എന്താണ് ഗ്ലോബൽ അയ്യപ്പ സംഗമം? എന്താണ് അതിപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നതിന്റെ ആവശ്യകത എന്നീ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 2018 തൊട്ട് 2019 ജനുവരി 1 വരെ അയ്യപ്പന്മാരോട് കാണിച്ച അവഗണനയൊന്നും നമ്മൾ മറന്നു കാണുകയില്ലല്ലോ. പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം അത് ഒരിക്കലും മറന്നിട്ടുണ്ടാവുകയില്ല. ഒരുപക്ഷെ അതിന്റെ പ്രായശ്ചിത്തമാണോ ഈ വരുന്ന, അതായത് സെപ്റ്റംബർ 20-ാം തീയതി ഒരു പ്രായശ്ചിത്തമാണോ നടപ്പാക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായിട്ട് 75 വർഷം തികയുന്നതിന്റെ ഈ വേളയിൽ അതൊരു ഗംഭീര പരിപാടിയായിട്ട് ആഘോഷിക്കാനായിട്ട് സർക്കാരും തയ്യാറാവുകയാണ്. അതിന്റെ ഒരു പേരിടൽ ചടങ്ങാണ് ആഗോള അയ്യപ്പ സംഗമം. അത് നടക്കുന്നത് പമ്പയിൽ വെച്ചിട്ടാണ്. 2025 സെപ്റ്റംബർ 20-ാം തീയതി പമ്പയിൽ വെച്ചിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലെ അതിഥിയായിട്ട് ക്ഷണിക്കപ്പെട്ടത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയാണ്. അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ളത് കാര്യം ഇപ്പോൾ സംശയത്തിലാണ്. ഇതാണ് ആഗോള അയ്യപ്പ സംഗമം. ഇനി നമുക്ക് കുറച്ചു വർഷം പുറകോട്ടൊന്ന് പോയാലോ. 2018-ലാണ് ഈ കഥയുടെ തുടക്കം. 2018 വരെ വളരെ ശാന്തമായിട്ട് നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ശബരിമല. 2018-ല് അതായത് അവിടെ ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം തന്നെ നമുക്ക് തുടങ്ങാം. ഒരു സ്ത്രീ ആർത്തവം തുടങ്ങുന്ന മുതൽ ആർത്തവ വിരാമം വരെ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അങ്ങനെ ഇരിക്കെ 2018-ല് കുറച്ച് ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും കൂടി ചേർന്ന് അവിടെ കയറണമെന്ന് നിർബന്ധിച്ച് വാശി പിടിച്ച് കയറാൻ ശ്രമിക്കുന്നു. LDF സർക്കാർ പരിപൂർണ പിന്തുണയും അതിന് നൽകുന്നു. ഇത് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി. വിശ്വാസികളെയും അവിശ്വാസികളും തമ്മിൽ ഇത് ഒരുപാട് പ്രശ്നത്തിന് വഴിതിരിച്ചു വിട്ടു. അങ്ങനെ അതൊരു രൂക്ഷമായി. ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്, എന്തുകൊണ്ട് ശബരിമല സ്ത്രീകൾക്ക് കയറിക്കൂടാ എന്ന് പറഞ്ഞു. അതിന്റെ ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അതേപോലെ മറിച്ചൊരു വിഭാഗം വന്നിട്ടുണ്ട്. ഇതേപോലെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമായിരിക്കുന്ന പല സ്ഥലങ്ങളും ഇവിടെയുണ്ട്. അവിടെ എല്ലായിടത്തും നിങ്ങൾ ഇതേപോലെ സ്ത്രീകളെ കയറ്റാൻ നിർബന്ധിതരാകുമോ? എന്തുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഇവിടെ കാണിക്കുന്ന ഉത്സാഹം കാണിക്കുന്നില്ല എന്നും ചോദിക്കുന്നുണ്ട്. അതിന് ഇന്നേ വരെ ഈ സർക്കാരിന് ഉത്തരം കിട്ടിയിട്ടില്ല, ഉത്തരം തന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചോദ്യം ചോദിച്ചത് ശരിയല്ലേ? സ്ത്രീകൾക്ക് എല്ലായിടത്തും പ്രവേശനമുണ്ടോ? ശബരിമല എന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ അവിടുത്തെ അനുഷ്ഠാനങ്ങൾക്ക് വ്രണപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് കുറെ പെണ്ണുങ്ങളെ നിങ്ങൾ സംഘടിപ്പിച്ച് കയറ്റാനായിട്ട് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തി. ഇതേപോലെ തന്നെ പ്രവേശനമില്ലാത്ത പള്ളികളിൽ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ കയറ്റാൻ പോകുന്നില്ല? നീതി നടപ്പാക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ നടപ്പാക്കേണ്ടേ സർക്കാരെ? ഇല്ലെങ്കിൽ അതെങ്ങനെ നീതിയാകും? അതെങ്ങനെ ന്യായം ഉണ്ടാകും? എന്തായാലും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരം നൽകാനൊന്നും പോകുന്നില്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ 2019 ജനുവരി 1-ാം തീയതി 2 സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയതിന്റെ ഒരു വിഷ്വൽ നമുക്ക് കാണാം വീഡിയോയിലേക്ക്. വീഡിയോ കണ്ടില്ലേ? 2019 ജനുവരി 1-ന് നല്ല അടിപൊളി പുതുവത്സര സമ്മാനമാണ് LDF സർക്കാർ വിശ്വാസികൾക്ക് നൽകിയത്. എല്ലാ വിശ്വാസികളല്ല, ഹിന്ദു മത വിശ്വാസികൾക്ക് നൽകിയത്. എങ്ങനെ ഇരിക്കണം? തൊഴുതിറങ്ങി കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഏതോ ഒരു മത്സരത്തിൽ വിജയിച്ച ആഹ്ലാദമായിരുന്നു ആ 2 സ്ത്രീകൾക്കും ഉണ്ടായത്. ആ 2 പോലീസുകാർ അവർക്ക് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രസൻസിലാണല്ലോ ഈ 2 സ്ത്രീകൾ അവരുടെ ശബരിമലയിൽ ക്ഷേത്രപ്രവേശനം നടത്തിയത്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. എനിവേ, എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി നടത്തുന്നുണ്ടല്ലോ. അന്ന് മുറിവേറ്റവർക്ക് ഇന്ന് ഇതൊരു രോഗശാന്തിയാകും അല്ലെങ്കിൽ മുക്തിയാകും എന്ന നിലയിലാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അത് എത്രത്തോളം വിജയകരമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ ഒരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ഫസ്റ്റ് അഭ്യർത്ഥന കിട്ടിയിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ. ആരുടെ ഭാഗത്തു നിന്നാണ് അറിയോ? അന്ന് ശബരിമലയിൽ കയറാനായിട്ട് വ്യഗ്രത കാണിച്ച ബിന്ദു അമ്മിണി ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പുള്ളിക്കാരത്തേക്ക് ഇനി ഈ അയ്യപ്പ സംഗമത്തിനും കൂടി ഒന്ന് പങ്കാളിയാവണം. എങ്ങനെയെങ്കിലും വന്ന് മുറിവേറ്റതൊന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിന്നെയും മുറിവിനെ മാറ്റി ചെയ്യാൻ നോക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്ത് ചെയ്യാനാണ്? കണ്ടറിയാം നമുക്ക് ഈ അയ്യപ്പ സംഗമത്തിലൂടെ അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുമോ എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയാം. എന്തായാലും സെപ്റ്റംബർ 20-ാം തീയതി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.